ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി തമ്മിലും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ എന്താ പറയുക സ്കാമുകളും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫ്രോഡുകളും ഫൈനാൻഷ്യൽ സ്കാമുകളും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ പറയാൻ പോകുന്നത്. 7 എന്താ പറയുക റെഡ് ഫ്ലാഗുകൾ, നോർമലി റെഡ് ഫ്ലാഗുകൾ എന്നാണ് നമ്മൾ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഫ്രോഡ് നടക്കുമ്പോൾ നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധനത്തിനെ പറയാം. അതായത് എന്താ പറയുക, മലയാളത്തിൽ എനിക്ക് കറക്റ്റ് വാക്ക് കിട്ടുന്നില്ല. നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ അങ്ങനത്തെ ഫ്രോഡ് ആക്ടിവിറ്റികളാണ് നടക്കുന്നത്. ഇപ്പോൾ ബാങ്ക് ആണോ സംസാരിക്കുന്നത്, ബാങ്ക് അല്ലേ എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഇത് എന്താ പറയുക ഒരു 90%, 95%, അല്ലെങ്കിൽ 99% ഇത് ഫ്രോഡാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറയുന്ന കുറച്ച് പോയിന്റ്സുകളാണ് ഈ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നൊരു 6-7-8 റെഡ് ഫ്ലാഗുകളുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളിപ്പോൾ സംസാരിച്ചിരിക്കുന്ന ആളോ, അല്ലെങ്കിൽ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഒരു ആപ്പോ, ഇതൊക്കെ ഫ്രോഡാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആണ് നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ നോർമലി ഇത് പറയാത്തതാണ്, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഗ്രൂപ്പുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താ വെച്ചാൽ അത്രയധികം കമൻസ് ആണ് എനിക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാത്തിലും പോയി പെട്ട് കഴിഞ്ഞിട്ട് എന്താ ക്യാഷ് എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയും, ഇപ്പോൾ സൈബർ പോലീസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ, അതായത് നമ്മുടെ കംപ്ലയിൻറ്റ്സ് ഫയൽ ചെയ്യാനുള്ള പോർട്ടൽ ഉണ്ടല്ലോ, അതിൽ തന്നെ കുന്നുകൂടി കിടക്കുകയാണ്, ഫുൾ പെൻഡിങ് ആണ്. അപ്പോൾ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യം ഭയങ്കര സംശയമാണ്, ഭയങ്കര ചാൻസസ് ഭയങ്കര കുറവാണ്. നോർമലി എത്രയും പെട്ടെന്ന് നമ്മൾ എന്താ പറയുക ഫയൽ ചെയ്യാനൊക്കെ പറയാറുണ്ട്, കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് കിട്ടുന്ന കാര്യം സംശയമാണ്. എന്ന് വെച്ചാൽ ഇവർ ഉപയോഗിക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ പറയാം. അപ്പോൾ ഫുള്ള് കാണാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്യാം, പേജ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്, നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും പോയിന്റ്സ് നമ്മുടെ റെഡ് ഫ്ലാഗുകൾക്ക് പോകാട്ടോ. എന്താ വെച്ചാൽ ഇത് മെയിനായിട്ടുള്ള സംഭവമാണ്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഭാഗമെങ്കിലും കാണാൻ നോക്കാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് 7 റെഡ് ഫ്ലാഗുകളുടെ കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വെർഡിക്റ്റും പറയാം. എന്താ വെച്ചാൽ ഇതെല്ലാം ഈ സ്കാമുകൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ ഫിസിക്കലായിട്ട് നടക്കുന്ന സ്കാമുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് അടുത്ത് പറഞ്ഞോ അങ്ങനെ, അല്ലെങ്കിൽ പോലീസിൻ്റെ അടുത്തേക്ക് പോയിട്ടോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പക്ഷേ ഇതെല്ലാം ഓൺലൈൻ പരിപാടികളാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ നടക്കുന്ന എല്ലാ പരിപാടികളും ഓൺലൈനായിട്ടുള്ള പരിപാടികൾ എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ മിസ്റ്റേക്ക് കാരണമാണ് നമ്മുടെ ഈ സ്കാംസ്റ്റേഴ്സും ഫ്രോഡ്സ്റ്റേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ ഫ്രോഡുകളെ കുറിച്ചാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കണ്ടന്റ് അതാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഏറ്റവും അധികം ആൾക്കാരെ ബാധിക്കും. ഞാൻ ഓൾറെഡി 2-3 വീഡിയോയുടെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ കൊല്ലം ഓൾമോസ്റ്റ് ഒരു 7000 കോടിൻ്റെ പ്ലസ് 7000 crore പ്ലസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ 2024, 2025 നമുക്ക് എന്താ പറയുക ഫ്രോഡ്സ്റ്റേഴ്സും അല്ലെങ്കിൽ എന്താ പറയുക സ്കാമിൽ നടന്നിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ടേൺ ഓവർ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. 7000+ crore ഒരു ബിഗ് കമ്പനീസിന് പോലും ഇത്രയും ടേൺ ഓവർ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത്രയധികം ഇതൊരു വലിയ മാഫിയ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ഒക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ കുറേ ചൈനീസ് ആൾക്കാരാണ്, അതും ഇന്ത്യക്കാരും കുറേ പേര് എന്താ പറയുക ജോലിക്കെന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ടായിട്ട് കംബോഡിയയിലൊക്കെ. അതിൻ്റെ പിന്നിൽ കുറേ കാലം ന്യൂസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ മാഫിയ പോലത്തെ ഒരു സംഭവമാണ്, വലിയ ബിഗ് എന്താ പറയുക ഒരു മാഫിയ ഗാങ്സ് എന്നൊക്കെ പറയാവുന്ന പോലത്തെ ആൾക്കാരാണ് അതിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവരെ ട്രാക്ക് ചെയ്യാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ, അതിൻ്റെ ഇവർ എങ്ങനെ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ലേറ്റ് ആക്കാണ്ട് തന്നെ ആദ്യത്തെ റെഡ് ഫ്ലാഗിലേക്ക് പോവാം. ആദ്യത്തെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. അതായത് നിങ്ങൾ ഒരു സാധനവും നമ്മുടെ എന്താ പറയുക ഒരു അൺഓതറൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ലിങ്കെന്നോ അല്ലെങ്കിൽ ഒരു മെസ്സേജസ്ന്നോ വെബ്സൈറ്റെന്നോ അല്ലെങ്കിൽ ആപ്പെന്നോ ഒന്നും ഒരു സംഭവം ചെയ്യാണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക. വെബ്സൈറ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രൈമറി ഫോണൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ആപ്സുകളും സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഫോണൊക്കെ ആണെങ്കിൽ അതിൽ പോയി എന്താ പറയുക ഈ വെബ്സൈറ്റുകളൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാനോ എന്ന് വെച്ചാൽ അതിന് ചിലപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും ക്ലിക്ക് ചെയ്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മാൾവേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുണ്ടാവും, നിങ്ങൾ അറിയണ്ടാവില്ല. പ്രത്യേകിച്ച് ആൻഡ്രോയിഡിലൊക്കെ ഭയങ്കര സുഖമാണ്. iOS iഷ്ടംപോലെ ഉണ്ട്, അല്ലാണ്ട് ഇപ്പോൾ iOS സേഫ് ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ഇപ്പം മാൾവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതും എന്താ പറയുക ലോഞ്ച് ചെയ്യുന്നതൊക്കെ ആൻഡ്രോയിഡിനാണ്. എന്ന് വെച്ചാൽ അത്രയധികം ആൻഡ്രോയിഡ് യൂസേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസേഴ്സാണ് കൂടുതൽ. പറയുമ്പോൾ ഇപ്പോൾ ഈ കൊല്ലം ആപ്പിളിൻ്റെ സെയിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവുന്നു, വേറെ കാര്യം. എന്നാലും പോട്ടെ, രണ്ടെണ്ണത്തിനും ഉണ്ട്. iOS സേഫ് ഒന്നുമല്ല കേട്ടോ, അത് വിചാരിച്ചിട്ട് iOS എന്ത് വാങ്ങി ഉപയോഗിക്കുന്നില്ല ആരും വിചാരിച്ചിരിക്കുന്നു വേണ്ട. രണ്ടും സംഭവം തന്നെയാണ്, ഈസിലി എന്താ പറയുക ട്രാക്കബിളാണ്, ഈസിലി ഹാക്കബിളാണ്, അത് വേറെ കാര്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഈ അൺഓതറൈസ് ആയിട്ടുള്ള ലിങ്കുകളൊന്നും തുറക്കുക. ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ലിങ്ക് ഒന്ന് വന്നാൽ അത് നമുക്ക് കയറി തൊട്ടിട്ട് എന്താ പറയുക ഓപ്പൺ ചെയ്യാനോ സംഭവം ഒന്നും ചെയ്യാണ്ടിരിക്കുക. അത്രയ്ക്കും നിങ്ങൾക്ക് ഭയങ്കര സംശയങ്ങൾ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ നോർമലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും പുതിയ ഫോണോ അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് ഷെയർ ചെയ്തിട്ട് ഒന്ന് ട്രൈ നോക്കാൻ വേണമെങ്കിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, നിങ്ങളുടെ അക്കൗണ്ട് ഒന്നും ലോഗിൻ ചെയ്തിട്ടില്ല, എന്തെങ്കിലും ഇപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിളായിട്ട് പുതിയൊരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്,
നിങ്ങളത് മെയിനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നൊരു ഫോൺ അല്ലെങ്കിൽ നിങ്ങൾ സെക്കൻഡറി ആയിട്ട് ചുമ്മാ അല്ലെങ്കിൽ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്ന ഫോണാണെങ്കിലോ അങ്ങനത്തെ ലാപ്ടോപ്പ് ആണെങ്കിലോ ടാബ്ലറ്റ് ആണെങ്കിലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ നോക്കാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അത്രയ്ക്കും എന്താ പറയുക, ആ ലിങ്ക് നോക്കണം എന്നുള്ള സംഭവം ഉണ്ടാക്കിയെന്ന് മാത്രം കേട്ടോ. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ആപ്പുകളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ടുള്ള ഗൂഗിൾ പ്ലേ സ്റ്റോറിനും അതുപോലെ തന്നെ ആപ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്നുള്ള ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് ആക്ച്വലി നമ്മുടെ സാംസങ് സ്റ്റോർ, വിവോൻ്റെ സ്റ്റോർ ഉണ്ട്. ഇപ്പം അങ്ങനത്തെ ഇപ്പോൾ ബ്രാൻഡ് ആപ്പുകൾക്കും സ്റ്റോർ ഉണ്ട്. അവിടെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് മാത്രം ചെയ്യാണ്ടിരിക്കുക. ഈ അൺഓതറൈസ് ആയിട്ടുള്ള ഈ വെബ്സൈറ്റിൽ നിന്ന് ത്രൂ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തുക മാക്സിമം. അത് പ്രത്യേകിച്ച് നിങ്ങൾ കേൾക്കാത്തൊരു ബ്രാൻഡോ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ, അതുപോലെ തന്നെ അത് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണെന്ന് മാത്രം അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ കാര്യമാണ്. അത് നിങ്ങൾ ഒറിജിനൽ വെബ്സൈറ്റ് ആണോ സന്ദർശിക്കാൻ നോക്കുക. നിങ്ങൾക്ക് അതിൻ്റെ ഡൊമൈൻ നോക്കിയാൽ തന്നെ അറിയാം. HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ axisbank.com ആണ്. അതിന് പകരം വേറെ എന്തെങ്കിലും axisbank.official.com എന്നൊക്കെ ആണെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട മെയിൻ പരിപാടി. ഈ ലിങ്കുകൾ ഇതന്നെ ചെയ്താൽ അതിൻ്റെ പകുതി പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ ഇനി പറയാൻ പോകുന്ന രണ്ടാമത്തെ ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഇഷ്ടം പോലെ ഫ്രോഡ് ആക്ടിവിറ്റി നടക്കുന്നത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് മലയാളികൾ. ഇപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 7000 കോടി പ്ലസ് ക്രോർസുകളാണ്. അതിൽ നിന്ന് ഒരു 1000 പ്ലസ് കോടികൾ തന്നെ നമ്മുടെ മലയാളികളുടെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതും ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ലിറ്ററസി കൂടുതലുള്ള കേരളത്തിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം എത്ര ആൾക്കാർ ഇപ്പോൾ ഈ സംഭവം ഒന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ഡിഗ്രി എന്താ വെച്ചാൽ ഇതിൽ ഒരു 80% 70% ആൾക്കാരുടെയും മലയാളികളുടെ പ്രോബ്ലം അതാണ്. ചുമ്മാ ഡിഗ്രിക്ക് വേണ്ടി പഠിക്കും, ഡിഗ്രിക്ക് വേണ്ടി അല്ല, ഡിഗ്രി ഇട്ട് കഴിഞ്ഞാൽ ജോലിക്ക് പോകും, അതിൻ്റെ ഇങ്ങനെ ആ വഴിക്ക് പോകും. ഇനിയിപ്പോൾ അത് നടക്കില്ല. നമ്മുടെ AI ഒക്കെ വന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയിക്കാം, നമ്മൾ തന്നെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ AI നമ്മുടെ പണി എടുത്തുകൊണ്ട് പോകും. അത് വേറെ കാര്യം. ടാർഗറ്റും ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ജോലിയിൽ നടക്കുമ്പോൾ ടാർഗറ്റും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അത് വേറെ കാര്യം, അത് പോട്ടെ. അപ്പോൾ ഇതുപോലെ തന്നെ ഇതാണ് പ്രശ്നം. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ നോളജ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള ഫൈനാൻഷ്യൽ സംഭവങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ മെയിനായിട്ട് എടുത്ത് പറയേണ്ട സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടെ ഒരു 80% 90% ആൾക്കാരും ഈ ഡെയിലി വ്ളോഗ്സിന് മാത്രം സീരിയൽ കാണുന്നുണ്ടല്ലോ, അതിന് പകരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതായത് എനിക്ക് ഡെയിലി ഒരു ഇതേ മെസ്സേജ് ആയിട്ട് ഒരു 10-15 ആൾക്കാരുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഡെയിലി ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇതിങ്ങനെ പെട്ടു, എനിക്ക് ഇനി എന്താ ചെയ്യുക, എൻ്റെ അക്കൗണ്ട് ഫ്രീസായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി ഇതെല്ലാം നമുക്ക് നോർമലി എന്താ ചെയ്യാൻ പറ്റുക, ആദ്യത്തെ നമുക്ക് ആ ലീഗലി പ്രൊസീജിയറിൽ പോകാനേ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക, ഇത്ര അധികം ആൾക്കാരാണ്. ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്ന് കാണിച്ചാൽ ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഇടാം, പക്ഷേ അവരുടെ പേരൊക്കെ വരും. അപ്പോൾ അത് ആ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ വേണമെങ്കിൽ പേര് എന്താ പറയുക ഹൈഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. അത് അത്ര അധികം ഡെയിലി എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ഫൈനാൻഷ്യൽ ന്യൂസുകളും ഇതുപോലെ തന്നെ എന്താ പറയുക, ഇതുപോലെ ഇപ്പോൾ നമ്മുടെ ഇവിടെ നടക്കുന്ന ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാനൊരു സത്യം പറയാം. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഡെയിലി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടല്ലോ, ഓൺലൈൻ അറസ്റ്റ്, അതിൽ പെട്ടെന്ന് ഇപ്പോഴും എനിക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുക, എൻ്റെ കാശ് എന്നെ അറസ്റ്റ് ചെയ്തിട്ട് പേടിച്ചിട്ട്. അപ്പോൾ അത് ഈ സംഭവം എത്ര ന്യൂസ് മീഡിയയിലും എത്ര ഇതിലും വന്നതാണ്. അപ്പോൾ ഇത് ആരുടെ മിസ്റ്റേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് ആക്ച്വലി ഇവിടുന്ന് നമ്മുടെ ഈ കാലത്ത് ഈ ഡിജിറ്റൽ വേൾഡിൽ നിങ്ങൾ സേഫ് ആയിരിക്കണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക അപ്ഡേറ്റ് ആയിട്ടിരിക്കണം. നിങ്ങൾ എന്താ പറയുക ഇൻഫോർമേറ്റീവ് ആയിട്ടിരിക്കണം. അല്ലാണ്ട് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ആക്ച്വലി നമ്മുടെ പണ്ടൊരു ഫേമസ് ആയിട്ടുള്ള, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആൾ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആക്ച്വലി ഓൺലൈൻ സ്കാമിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം. അല്ലാണ്ട് ഗവൺമെൻറ്റോ സംഭവം വിചാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓൺലൈൻ സ്കാം നിർത്താം. അതാണ് സത്യം പറഞ്ഞാൽ. അത് ശരിയാണ്, അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ അതാണ് രണ്ടാമത്തെ സംഭവം. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ, ഇവിടുത്തെ ആൾക്കാർ 2 ദിവസം കൊണ്ട് പണം ഇരട്ടിച്ചേരാന്നൊക്കെ പറഞ്ഞപ്പോൾ കൊണ്ട് ക്യാഷ് ഇടും, അങ്ങനത്തെ ആൾക്കാരാണല്ലോ. അപ്പോൾ അതൊന്നും സത്യമല്ല. മാക്സിമം നമുക്ക് ഇവിടെ എന്താ പറയുക 8%, 6%, 15% നമുക്ക് ചിലപ്പോൾ ലോങ് ടേമിൽ മ്യൂച്വൽ ഫണ്ടിൽ കിട്ടും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഗോൾഡൊക്കെ ആണെങ്കിൽ നമുക്ക് 20% തന്നിട്ടുണ്ട് റിട്ടേൺ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ. അത്രയൊക്കെ നടക്കുള്ളൂ. അതും ലോങ് ടേമിലാണ്. അല്ലാണ്ട് 5 ദിവസം കഴിഞ്ഞാൽ 30 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരട്ടി തരാമെന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ഫ്രോഡാണ്. അത് ആദ്യം കോമൺ സെൻസ് ആദ്യം ഉപയോഗിക്കുക സ്ഥാനത്തിൽ. നമ്മുടെ ബ്രെയിനാണ് ഏറ്റവും വലിയ എൻ്റെ പേഴ്സ് എന്ന് പറയുന്നത്. സത്യമാണ്. എന്ന് വെച്ചാൽ അത് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ മെയിൻ പരിപാടി നമ്മളെ പേടിപ്പെടുത്തുക, അപ്പം തന്നെ നമ്മളെ കൊണ്ട് ആക്റ്റീവ് ചെയ്യുക. അതാണ് ഇവരുടെ മെയിൻ മോട്ടീവ്. അതിൽ ആക്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കാശ് പോകും. അതാണ് മെയിൻ പരിപാടി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ്. ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പിന്നാലെ പോകാണ്ടിരിക്കുക. അത് ഒറിജിനൽ ആപ്പ് ത്രൂ മാത്രം ചെയ്യുക. ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രമല്ല. എന്ന് വെച്ചാൽ കുറേ പേര് സിറോദ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക, അത് പോയി ഇൻസ്റ്റാൾ ചെയ്യും. അതൊക്കെ ഫ്രോഡ് ആപ്പുകളാണ്. അതായത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകളാണ്. എന്ന് വെച്ചാൽ അതിന് വെറുതെ ആ പുറം കാണുന്ന ലുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ആപ്പിൻ്റെ സ്ട്രക്ചറോ ഞാൻ അതിൻ്റെ ടെക്നിക്കൽ ടേബിളൊന്നും പോകുന്നില്ല. എന്ന് വെച്ചാൽ അത് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊന്നും പറ്റില്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമായിരിക്കും. അപ്പോൾ നിങ്ങൾ സിറോദ വേണമെന്നുണ്ടെങ്കിൽ ഒഫീഷ്യൽ സാധനം വരുന്നെങ്കിൽ സിറോദ വെബ്സൈറ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ
ചാനലൊക്കെ ഉണ്ട്, അവിടെ പോയി ഡൗൺലോഡ് ചെയ്യുക. അല്ലാണ്ട് ഇവർ വാട്സാപ്പിലൊന്നും ലിങ്ക് തരുന്ന സാധനത്തിൽ പോയി ഇൻവെസ്റ്റിംഗ്, അതുപോലെ തന്നെ ടെലിഗ്രാമിലൊന്നും പോകാണ്ടിരിക്കുക. ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഇതാണ് ഏറ്റവും വലിയ ഉടായ്പകളുടെ. അവന്മാർ സുഖമായിട്ട് തന്നെ പ്രൊമോട്ടും ചെയ്യണം. അത് വേറെ കാര്യം. എത്ര ഉടായ്പ ആപ്പുകളാണെന്നറിയോ? ആപ്പുകൾ പോട്ടെ, ആഡുകളാണെന്നറിയോ ഇപ്പോൾ അവർക്ക് ഓരോരുത്തരുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് എൻ്റെ പേരും പറഞ്ഞ് ആരോ എൻ്റെ മെസ്സേജ് അയച്ചതായിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പറയുമ്പോൾ ഞാൻ ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പ് ഞാൻ അങ്ങനെ ചെയ്യാത്തതാണ് മെയിനായിട്ട്. അങ്ങനത്തെ വീഡിയോ ഞാൻ നോർമലി ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ പുലിവാലാണ്, ഭയങ്കര പുലിവല്ല. അപ്പോൾ ഇപ്പോൾ ഷാരിഖ് ഷംസുദ്ദീൻ അങ്ങനത്തെ കുറേ ആൾക്കാരുടെ ഇപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടം പോലെ ഞാൻ എത്ര എണ്ണം അറിയാം ഇൻസ്റ്റാഗ്രാമിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യമില്ല. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കാണ് ഇതിൻ്റെ മെയിൻ ഉറവിടം. അതുപോലെ തന്നെ ഫ്രോഡോ, ലോൺ ആപ്പുകൾ, ഇതൊക്കെ ഒരു 90% വരുന്നത് ഇൻസ്റ്റാഗ്രാമിനും ഫേസ്ബുക്കിനും. വേറൊരു ആപ്പൊന്നും നിങ്ങൾ വരുന്നില്ല. ഇത് ഒരു മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കുറേ തന്നെ നമ്മുടെ യൂറോപ്യൻ യൂണിയനൊക്കെ ഇവർക്കൊക്കെ കുറേ പണി കൊടുത്താണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലൊന്നും അതിന് കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഇഷ്ടംപോലെ പണി അവർ തന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യനിലൊന്നും നടക്കില്ല. അവർ ഇഷ്ടംപോലെ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനൊക്കെ നല്ല ഫൈനും സംഭവമൊക്കെ അടിച്ചു കൊടുത്താണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ തന്നെ അതിൻ്റെ വീഡിയോസൊക്കെ കിട്ടും. അവർ ശരിക്കും ചോദ്യം ചെയ്യണം ഇങ്ങനെ സുക്കുമ്പോഴങ്ങനെ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ പിന്നാലെയാണ്, റീലിൻ്റെ പിന്നാലെയാണല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അടുത്തത് പിന്നെ നമുക്ക് പറയുമ്പോൾ അൺനോൺ കോൾസുകൾ, വാട്സപ്പ് കോള്, വാട്സപ്പ് മെസ്സേജുകൾ, ഇതൊക്കെ ശ്രദ്ധിക്കുക. ഒന്നാമത് ഒഫീഷ്യൽ, ഇപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിലൊക്കെ ആണെങ്കിൽ ഒഫീഷ്യൽ HDFC ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജ് ആണെങ്കിൽ ഒഫീഷ്യൽ നിങ്ങൾക്ക് അറിയില്ലല്ലോ ബ്ലൂ ടിക്ക് ഉണ്ടായിരിക്കും. ഒഫീഷ്യൽ അക്കൗണ്ട് ആണെങ്കിൽ HDFCയുടെ അതാണോ ശ്രദ്ധിക്കുക. അവരുടെ നമ്പർ നോക്കുക. ആ നമ്പർ നിങ്ങൾക്ക് ആക്ച്വലി HDFC ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. അവരുടെ ഒഫീഷ്യൽ കസ്റ്റമർ കെയർ നമ്പർ ആണെങ്കിൽ അതൊക്കെ വെരിഫൈ ചെയ്തിട്ട് മാത്രം ഇതിലേക്ക് പോയി ആക്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പം തന്നെ പോയി ചാടിക്കയറി ചെയ്യാണ്ടിരിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. പ്രത്യേകിച്ച് ടെലിഗ്രാം സൂക്ഷിച്ചോളണം. നല്ല ഗിടിയോട്ട് സാധനം പണി തരാൻ. അതാണ് ഞാൻ പറഞ്ഞിട്ടാ. അല്ലാണ്ട് നല്ല സാധനം നല്ല ഞാൻ പ്രതീക്ഷിച്ച് പറയുമ്പോൾ നല്ല സാധനമൊക്കെ തന്നെയാണ്. പക്ഷേ അതിലാണ് ഏറ്റവും കൂടുതൽ വെച്ചാൽ അതിൽ നമുക്ക് ട്രാക്കിംഗ് ഒക്കെ ഭയങ്കര ലിമിറ്റേഷൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഫ്രോഡ്സ്റ്റേഴ്സ് ഉപയോഗിക്കുന്ന ടെലിഗ്രാമാണ്. അതുകൊണ്ട് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിലേക്ക് ഗ്രൂപ്പിലൊക്കെ പോയി ചേരുമ്പോൾ സൂക്ഷിച്ച് മാത്രം ചേരുക കേട്ടോ. അടുത്തെന്ന് പറയുന്നത് എന്താ പറയുക, നമുക്ക് ഭയങ്കര എന്താ പറയുക അൺബിലീവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രൂവബിൾ ആയിട്ടുള്ള പ്രോമിസും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ, ലോണുകളായിക്കോട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു പ്രോമിസ് ആയിട്ട് കാര്യങ്ങളും വരുന്നുണ്ടെങ്കിൽ അവരെ സൂക്ഷിക്കുക. അത് ഫേക്ക് ആയിരിക്കും, 100% ഫേക്ക് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാശ് ഇട്ട് അടുത്ത ദിവസം നമുക്ക് ഇരട്ടിച്ച് തരാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് ലോൺ തരാം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ് ഒരു സംഭവം ഇല്ലാണ്ട് ക്രെഡിറ്റ് കാർഡ് തരാം. ഇതൊക്കെ തരുന്ന സംഭവം ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രോഡ് പരിപാടികളാണ്. അതൊക്കെ സൂക്ഷിക്കുക കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഒരു സാധനം ഈസിയായിട്ട് ഒന്നും കിട്ടില്ല, പ്രത്യേകിച്ച് ക്യാഷ്. അതൊരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും. ആരും നമുക്ക് വെറുതെ കാശ് തരില്ല. അത് തന്നെ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തെന്ന് പറയുന്നത് നമ്മളങ്ങനെ എന്താ പറയുക, പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡിജിറ്റൽ അറസ്റ്റ്. അതിലെന്താ അവർ പറയണത്, പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ കാശിട്, അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പോലീസ് വീട്ടിലേക്ക് വരുന്ന നമ്മളെ പീഡിപ്പിക്കും, അല്ലെങ്കിൽ ഭയങ്കര അർജൻസി കാണിക്കും. അതായത് ഇപ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പെടുന്നു പറയണില്ലേ, ഇപ്പോൾ തന്നെ നിങ്ങൾ കാശ് ഇടണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് ഈ ലിങ്ക് കയറിയിട്ട് അക്കൗണ്ട് എന്താ പറയുക KYC ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്പർ എന്താ പറയുക നമ്മുടെ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ചു, ഇപ്പോൾ തന്നെ നിങ്ങൾ പോയി ഫൈൻ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞൊരു കുറേ പേര് വരും. അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് ഒരു റെഡ് ഫ്ലാഗ് ആണ് കേട്ടോ. അത് സൂക്ഷിക്കാൻ മറക്കണ്ട. അങ്ങനത്തെ സാധനമൊക്കെ വരുമ്പോൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക. അടുത്തെന്ന് പറയാൻ നമ്മുടെ OTP നമ്മുടെ പിൻ റിക്വസ്റ്റ് ഒക്കെ ചെയ്യുക. നമ്മുടെ UPI പിൻ്റെ ഒക്കെ നിങ്ങൾ ബാങ്കിൻ്റെ കസ്റ്റമർ കെയർ വിളിക്കുമ്പോഴും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഡെയിലി മെസ്സേജ് വരുന്നതായിരിക്കും. ബാങ്കോ നമ്മുടെ ഇതേപോലെ തന്നെ എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് ആപ്പുകളോ ഗ്രോ അതുപോലെ എൻഡ് മണി സിറോദ് ഇവരൊന്നും OTP സംഭവം ചോദിക്കില്ല. അവരുടെ ആപ്പിൽ അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് അവരുടെ ഇമെയിലും അവരുടെ വെബ്സൈറ്റിൽ അടക്കം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവരുടെ പേരിൽ നിന്ന് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ അങ്ങനത്തെ OTPയും പിന്നും UPI പിന്നൊന്നും കൊടുക്കാണ്ടിരിക്കുക കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ എന്താ പറയുക ആരെങ്കിലും ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടാൽ മതി. നോർമലി നമ്മളെങ്ങനെയാണ് ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്രിപ്റ്റോ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക സ്റ്റോക്സ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഇൻഡ് മണി ഗ്രോ അങ്ങനെ മെയിനായിട്ടുള്ള സംഭവമാണ് ഏഞ്ചൽ വൺ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, ഈ കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് ആക്ച്വലി ക്യാഷ് ആഡ് ചെയ്യുന്നത്, അല്ലാണ്ട് ഒരാളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അല്ല ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളൊരു പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യുന്നത് പറയുന്നത് തന്നെ അതൊരു ഫ്ലാഗ് ആണ്, അതൊരു ഫ്രോഡാണ്. നോർമലി ഒരു 99% ഫ്രോഡായിരിക്കും. അപ്പോൾ അത് ചെയ്യാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ക്രിപ്റ്റോൻ്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഫ്രോഡാണ്.
എന്നുവെച്ചാൽ നമ്മുടെ ഇവിടെ നോർമലി എന്താ പറയുക ഒരു പേയ്മെന്റ് മെത്തേഡായിട്ട് ക്രിപ്റ്റോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നോർമലി ഇപ്പോൾ ക്രിപ്റ്റോ ഫുള്ളി ലീഗലാണെന്ന് പറയാനും പറ്റില്ല എന്ന് വെച്ചാൽ, പക്ഷേ ലീഗലായിട്ടുള്ള ആപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതാണ് ക്രിപ്റ്റോ. ഞാൻ ഉപയോഗിക്കുന്ന ആപ്പ് മഡ്രക്സ് ആണ്, പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ. ഞാൻ ലിങ്ക് കൊടുക്കുന്നില്ല, ഇനിയിപ്പോൾ അത് പറഞ്ഞ് പ്രൊമോഷൻ എന്ന് പറഞ്ഞ് വരണ്ട. ഞാൻ പണ്ട് പറയാറുണ്ട്, ഞാൻ എന്താ എൻ്റെ പോർട്ട്ഫോളിയോ എല്ലാം എടുത്ത് കാണിച്ചു തന്നുണ്ട്. പണ്ട് തൊട്ട് ഉപയോഗിക്കുന്ന ആപ്പാണ് മഡ്രക്സ്. അങ്ങനെ മഡ്രക്സ് മാത്രമല്ല, കുറേ ഉണ്ട്, CoinDex, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ഇവിടുത്തെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഉപയോഗിക്കാൻ പറ്റുന്ന. എന്ന് വെച്ചാൽ അവരൊക്കെ പക്ഷേ അവരുടെ എന്താ പറയുക ബ്രോക്കർ അക്കൗണ്ട് ത്രൂ ആണ് ഇതൊക്കെ നടക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നോർമലി നമ്മൾ ക്രിപ്റ്റോയിൽ എന്താ P2P ട്രീമിലാണ് പണി കിട്ടുക. അതായത് ഒരാളുടെ അക്കൗണ്ട് ത്രൂ, അത് ഇൻഡിവിജ്വൽ അക്കൗണ്ട് ത്രൂ വരിക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതുപോലെ ഇതിൻ്റെ ബാക്കിൽ വേറെ പരിപാടിയുണ്ട്. നമ്മൾ ഇതുപോലെ സൈഡിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി നടന്നിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക ഇതിൻ്റെ സൈഡിൽ കൂടെ വരുന്ന പണിയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ്. അതും പറഞ്ഞിട്ട് എനിക്ക് ഡെയിലി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഇഷ്ടം പോലെ വീഡിയോ ഇട്ടുണ്ട്. നിങ്ങളിപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉടായ്പ ഗെയിം ഫ്രോഡ് ആക്ടിവിറ്റി കുറേ ബോധമില്ലാത്ത ഇൻസ്റ്റാഗ്രാമേഴ്സൊക്കെ പറഞ്ഞിട്ട് ഗെയിമും അതുപോലെ തന്നെ എന്താ പറയുക കളർ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ക്യാഷ് വന്നുകൊണ്ടിരിക്കും. അവർ നമ്മുടെ എന്താ പറയുക ഇത് ലീഗലാന്നൊക്കെ അല്ലെങ്കിൽ അതൊരു റിയൽ സംഭവം എന്ന് നമ്മളെ കൊണ്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചിലപ്പോൾ 2-3 വർഷമൊക്കെ നമുക്ക് ക്യാഷ് അയച്ചു തരും. അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പിലൊക്കെ പാർട്ട് ടൈം ജോബ് എന്ന് പറഞ്ഞ് വരുന്നില്ലേ, അപ്പോൾ ഈ നിങ്ങൾ എന്താ പറയുക റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ കാശ് തരും. അവർ 2-3 വട്ടമൊക്കെ കാശ് തരും. അപ്പോൾ കുറേ ബുദ്ധിമുട്ടന്മാരുണ്ട് ഈ 2-3 വട്ടം ക്യാഷ് വാങ്ങിച്ചിട്ട് പിന്നെ ബ്ലോക്ക് ചെയ്യും. പക്ഷേ ഈ ക്യാഷ് വരുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ ഉടായ്പ ഫ്രോഡ് അക്കൗണ്ടുകളാണ്, കേസുള്ള അക്കൗണ്ടൊക്കെ ആയിരിക്കും. അതിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഫ്രീസ് ആവും അതിൻ്റെ സൈഡിൽ. അപ്പോൾ ഈ സംഭവത്തിനിടെ സൈഡ് കോഡ് വരുന്നൊരു പണിയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസും. അപ്പോൾ നിങ്ങളുടെ പ്രൈമറി ബാങ്ക് അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ പുലിവാല് പിടിക്കുമെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങളുടെ സാലറി ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹോം ലോൺ EMI ഉണ്ടെങ്കിൽ, കാർ ലോൺ EMI ഉണ്ടെങ്കിൽ, അങ്ങനത്തെ എഡ്യൂക്കേഷൻ ലോൺ EMI ഉണ്ടെങ്കിൽ പിന്നെ പുലിവാല് പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, അതിൻ്റെ പിന്നാലെ നടക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ സൈഡ് കോഡ് വരുന്ന ഒരു വേറെ ഇഡിയോട്ട് പരിപാടിയാണ് ബാങ്ക് അക്കൗണ്ട് ഫ്രീസ്. ഇഷ്ടമുള്ള ആൾക്കാർക്ക് വരുന്നുണ്ട്. അതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പോയിന്റുകളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. ഇതാണ് ആക്ച്വലി മെയിനായിട്ട് നടക്കുന്ന റെഡ് ഫ്ലാഗുകൾ. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഈ ഫ്രോഡ്സ്റ്റേഴ്സും സ്കാംസ്റ്റേഴ്സും പറ്റിക്കാൻ ആൾക്കാരെ പുതിയ വഴികൾ തപ്പിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം കറന്റ് നടക്കുന്ന സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഇത് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടും. ഇപ്പോൾ നടക്കുന്ന കുറച്ച് സ്കാമുകളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം വരുന്ന നമ്മുടെ ഡിജിറ്റൽ അറസ്റ്റ് സ്കാമാണ്, പിന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമുകൾ, പിന്നെന്താ KYC അപ്ഡേഷൻ സ്കാമുകൾ, പിന്നെ വാട്സപ്പ് ടെലിഗ്രാം ത്രൂ സ്കാമുകൾ. ഇപ്പോൾ ഇതൊക്കെയാണ് മെയിൻലി കോമൺ നടക്കുന്നത്. ഈ പ്രത്യേകിച്ച് ആലോചിച്ചിട്ട് ഇപ്പോൾ പെട്ടെന്നുള്ള എല്ലാ സംഭവങ്ങളൊന്നും കിട്ടുന്നില്ല. മെയിൻലി ഇതിലെല്ലാത്തിലും പെടുന്നത് വെച്ചാൽ ഇതിൻ്റെ കുറേ വെറൈറ്റി ടൈപ്പ് ആയിരിക്കും. പിന്നെ നമ്മുടെ എന്താ പറയുക നിങ്ങളുടെ നമ്പർ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞിട്ട് കൊറിയർ വന്നിട്ട് പറഞ്ഞിട്ട് ഫ്രോഡ്, അതൊക്കെ ഇതിലൊക്കെ പെടുന്ന വേറെ സ്കാമുകളാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്കാമുകൾ. ഇത് ഇപ്പോഴും നടക്കുന്നുണ്ട്, വേറെ കാര്യമായിട്ട്. നമ്മുടെ ഡിജിറ്റൽ അറസ്റ്റ് ഒക്കെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്ന് എനിക്ക് മെസ്സേജ് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിൽ ഇപ്പോഴും ആൾക്കാർ പെടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഇത്ര അധികം എന്താ പറയുക ആൾക്കാരെ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ചാനൽസിലും എല്ലാത്തിലും ഇതുപോലെ തന്നെ അവയർനെസ് ഒക്കെ കൊടുത്തിട്ടും ഇപ്പോഴും ആളുകൾ പെടുന്നെന്ന് പറയുമ്പോൾ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ വേറെ ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വിചാരിച്ചാലേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ ഫൈനാൻഷ്യൽ ന്യൂസുകളും അതുപോലെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. ഈ ഡെയിലി ഡൂക്ലി വീഡിയോസും കണ്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫുള്ളത് കാണുന്നവർക്കാണ് കുഴപ്പം വരിക. അല്ല ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് കാണുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് സത്യമായിട്ട് പറയണമല്ലോ. ഇതിൻ്റെ മാത്രം ഈ സീരിയലിൽ കാണുന്ന ആൾക്കാർ കുറേ ഉണ്ടല്ലോ, ഒരു 80% ആൾക്കാർ അങ്ങനത്തെ ആൾക്കാരാണ്. അത് വേറെ കാര്യം, ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് വേറെ വിവരമൊന്നും ഉണ്ടാവില്ല, ഒരു ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സംഭവം പോലും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരാണ് ഈ പെടുന്നത്. അവരെ ചിലപ്പോൾ ഇത്ര കാലം അധ്വാനിച്ച കാശൊക്കെ ഫുൾ പോവും. പിന്നെ നമുക്കൊന്നും പറയാം, ഇതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ലീഗലി മൂവ് ചെയ്യുക. എന്താ വെച്ചാൽ പിന്നെ വേറൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക, ബാങ്കിന് റിപ്പോർട്ട് ചെയ്യുക, ഫിനാൻഷ്യൽ അതുപോലെ നമ്മുടെ സൈബർ കംപ്ലയിൻസിന് റിപ്പോർട്ട് ചെയ്യുക, സൈബർ പോർട്ടലിൽ കംപ്ലയിൻറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പോൾ ബാങ്കിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ എന്ന് വെച്ചാൽ പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളൊരു ഫ്രോഡ് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമ്മൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് നമുക്ക് ക്യാഷ് റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ഫ്രോഡ്സ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കുന്നത് റെൻറ്റഡ് ബാങ്ക് അക്കൗണ്ടുകളൊക്കെയാണ്. അതായത് അവരുടെ ബാങ്ക് അക്കൗണ്ടൊന്നും ആവില്ല, വല്ല പാവങ്ങളുടെ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ. പക്ഷേ നമ്മുടെ എന്താ പറയുക ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കര ഉൾഗ്രാമങ്ങളിലൊക്കെ ആൾക്കാരുടെ പേരിലൊക്കെ ആധാർ കാർഡൊക്കെ എടുത്തിട്ട് അവരെന്നെ അറിയണ്ടാവില്ല, അവർക്ക് അതിനുള്ള പഠിപ്പോ സംഭവമൊന്നുമില്ല. അപ്പോൾ അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ സ്റ്റുഡൻസിൻ്റെ പേരിൽ അവർ തന്നെ കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടം ആൾക്കാർ കൊടുക്കുന്നുണ്ട്. അതും നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. അത് വേറെ കാര്യം. അത് അവരെ സത്യം പറഞ്ഞാൽ പറയണം. ഈ മറ്റേ പാവങ്ങൾ അവരെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്ന് വെച്ചാൽ അവർക്ക് വെച്ചാൽ അറിവുമില്ല, അവർക്ക് പഠിപ്പുമില്ല. അപ്പോൾ അതാണ് അവസ്ഥ. എന്ന് വെച്ചാൽ അങ്ങനത്തെ അക്കൗണ്ടുകളാണ് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിലേക്ക് ഒരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിൾ അക്കൗണ്ടിലേക്ക് ഇന്ന ടൈമാണ് ട്രാൻസ്ഫർ ആയി പോവുക.
പിന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സൈബർ കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നോർമലി സൈബർ എന്താ പറയുക പോലീസുകാരൊക്കെ അവർ നോർമലി ഒരു 13 ലെയറൊക്കെയാണ് 12-13 ലെയർ വരെയൊക്കെ അവർ ഫ്രീസ് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ 13 ലെയറൊന്നും അല്ല ഒരു അക്കൗണ്ടിലേക്ക് പോയി, ചിലപ്പോൾ അവരുടെ മെയിൻ അക്കൗണ്ടിലേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് ഒരു ഇഷ്ടം പോലെ അക്കൗണ്ടിലേക്ക് പോകും, അവിടെ നിന്ന് വേറെ മൾട്ടിപ്പിൾ അക്കൗണ്ട്സിലേക്ക് പോകും. അപ്പോൾ ഇത് ലെയർ 13 അല്ല, ചിലപ്പോൾ ലെയർ 100-120 ഉണ്ടാവും, അതിന് മുകളിലുണ്ടാവും ചിലപ്പോൾ. എന്ന് വെച്ചാൽ ഇതൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇന്റർനാഷണൽ കളികളാണ്. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് കണ്ടുപിടിക്കാനേ പറ്റില്ല ചിലപ്പോൾ. പിന്നെ പോരാത്തതിന് ഇവർ ഉപയോഗിക്കുന്ന IP അഡ്രസ്സ് ഒന്നും കണ്ടുപിടിക്കാനേ പറ്റില്ല, എല്ലാം എന്താ പറയുക ജമ്പായിക്കൊണ്ടിരിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും, VPN ഉപയോഗിച്ചിട്ടായിരിക്കും, ഹൈ ക്വാളിറ്റി VPN ഉപയോഗിച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് നോക്കുമ്പോൾ ഇവിടെ ആയിരിക്കും, 5 മിനിറ്റ് നോക്കുമ്പോൾ വേറെ കണ്ടിരിക്കും, അത് നോക്കുമ്പോൾ വേറെ കണ്ടിരിക്കും, ചിലപ്പോൾ പിന്നെ ആദ്യം തിരിച്ചിങ്ങോട്ട് വരും. അപ്പോൾ അതാണ് ഒരു കുഴപ്പം. അപ്പോൾ ഇതിൽ ചെന്ന് നമ്മൾക്ക് പണ്ടത്തെ ഒരു പ്രോവർബ് ഉണ്ടല്ലോ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ, അത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാനുള്ളൂ. ശരിക്കും അതിനാണ് ശരിക്കും ഈ സൈബർ ഫ്രോഡുകൾക്കും സൈബർ സ്കാംസ്റ്റേഴ്സിനൊക്കെ നിർത്താനുള്ളൊരു വഴി നമ്മുടെ അവിടുത്തെ ആൾക്കാർ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക, അതിനെക്കുറിച്ച് അവയർനെസ് ആയിരിക്കുക. അത് നിങ്ങൾക്ക് മാത്രമേ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ആൾക്കാരും ഇതുപോലെ എന്താ വെച്ചാൽ എന്താ പറയുക ഈ സൈബർ ഫ്രോഡുകൾ നടക്കുന്നത് നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, അല്ലാണ്ട് അവർക്ക് ഡയറക്റ്റ് കയറി വന്ന് നമ്മളെ ഹാക്ക് ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് അവർക്ക് നമ്മുടെ അക്കൗണ്ടും എല്ലാ അക്സസ് കിട്ടുന്നതും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ എന്താ പറയുക ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് എവിടെയൊക്കെ നമ്മൾ അവയർനെസ് ചെയ്തിട്ടുണ്ട്, ഗവൺമെൻറ്റും എല്ലാം അവയർനെസ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇപ്പോൾ ആൾക്കാർ പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം അതിൻ്റെ പ്രോബ്ലം അല്ല, അത് ആരുടെ മിസ്റ്റേക്കാണ് നിങ്ങൾ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പേടാം. അപ്പോൾ ഇതൊരു വീഡിയോ എടുക്കണമെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അക്കൗണ്ട് ഫ്രീസായി, ഞാൻ ഗെയിം കളിച്ചു, എന്താ പറയുക, പിന്നെ എന്താ പറയുക എൻ്റെ ക്യാഷ് പോയി, എന്താ പറയുക, ഇത് റിട്രീവ് ചെയ്യാൻ പറ്റുമോ, കാര്യം വന്നിട്ട് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പറ്റുക. അത് എനിക്കിത് റിപ്ലൈ തന്നെ ചെയ്യാൻ പറ്റാണ്ടായി. എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമുക്ക് മെസ്സേജ് വരുമ്പോൾ ഞാൻ യൂട്യൂബ് മെയിനായിട്ട് ചെയ്യുന്ന പരിപാടി ഒന്നുമല്ല, എന്നിട്ട് ഞാൻ മാക്സിമം 24 hourലൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ലിമിറ്റ് ഇല്ല. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരാം, ഞാൻ നോർമലി നമ്മുടെ ഇതുപോലെ ഫോൺസും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഇത് വിൽക്കാൻ ചെയ്യുമ്പോൾ വാട്സപ്പ് നമ്പർ കൊടുക്കാറുണ്ട്. പക്ഷേ അതിലും ഇപ്പോൾ ഇങ്ങനത്തെ പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ലിമിറ്റേഷൻസ് വിട്ട് പോയി അതിനിപ്പോൾ ഞാൻ 2 ദിവസം എനിക്ക് പല്ലുവേദന സംഭവമൊക്കെ ആയിട്ട് ഒന്ന് ഡൗൺ ആയിരുന്നു. അപ്പോൾ ഞാൻ മെസ്സേജ് കാര്യങ്ങളൊന്നും റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അത്രയധികം കുന്നുകൂടിയിട്ട് വരികയാണ്, ഇത് വേറൊരാളെ വെക്കേണ്ട സ്ഥിതി പോലെ ആയിട്ടുണ്ട്, അത്രയധികം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ പ്രോവർബ് ഒന്ന് ആലോചിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, അടുത്ത വീഡിയോ കാണാം.